ഏവർക്കും നമസ്കാരം. റേഡിയോ ഏഷ്യ 102.9 AM തിരക്കിൽ അല്പസമയം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ രഞ്ജിനി സന്തോഷ്. ഇന്ന് തിരക്കിൽ അല്പസമയത്തിലേക്ക് എത്തുമ്പോൾ അല്പം വ്യത്യസ്തമായ എങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. മരുഭൂമിയിലെ കൃഷിരീതികൾ. നമുക്കറിയാം, നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ പലപ്പോഴും ഒരു നഷ്ടബോധം തോന്നുന്നതിലൊരു പ്രധാന കാരണം നാടിന്റെ ആ ഒരു പച്ചപ്പും നമ്മുടെ വീട്ടിലും മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ടുള്ള കൃഷിരീതികളും ചെടിയും മരങ്ങളും എല്ലാം തന്നെയാണ്. എന്നാൽ ഇന്ന് ഈ മരുഭൂമിയിലേക്ക് എത്തുമ്പോഴും ഇവിടെയും കഥ മാറി വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇവിടെയും കൃഷികൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെയും വിജയം കണ്ടെത്താൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എങ്കിൽ എങ്ങനെയാണ് ഇവിടെ നമുക്കൊരു കൃഷി നടത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൃഷിയിലെ വൈവിധ്യം എങ്ങനെ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയും? ഈ വിഷയമാണ് ഇന്ന് തിരക്കിൽ അല്പസമയത്തിൽ. നമ്മളോടൊപ്പം ശ്രീ അബ്ദുൽ സലാം. നമസ്കാരം. തിരക്കിൽ അല്പസമയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഇവിടെ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ ട്രാൻസ്ലേഷൻ ഹെഡായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? പക്ഷേ തിരക്കിൽ അല്പസമയത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അതിശയം തോന്നും, ഈ ഒരു വിഷയത്തിൽ എന്താണ് താങ്കൾ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ് എന്ന് പറയേണ്ടി വരും. കൃഷിരീതികൾ അല്ലെങ്കിൽ കൃഷിരീതിയിലെ വൈവിധ്യം എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നതിനിടയിൽ? അതും എല്ലാവരും പറയുന്നതാണ് തിരക്കാണ്, ഒന്നിനും സമയമില്ല എന്ന്. പക്ഷെ ഇത്രയും തിരക്കിനിടയിലും ഇങ്ങനെയൊരു മേഖലയിലേക്ക് കൂടി എത്തണം എന്നൊരു തോന്നലുണ്ടായത്, അതിന്റെ ഒരു ആശയത്തിന് പിന്നിൽ എന്തായിരുന്നു? സത്യത്തില് എന്റെ പിതാവ് എന്നാണ് അതിന്റെ തുടക്കം. കാരണം എന്താ വെച്ചാൽ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും പിന്നെ അവിടുന്ന് നാട് വിട്ടപ്പോഴൊക്കെ ആ ഒരു ഓർമ്മയായിരുന്നു മനസ്സിൽ. ആൾക്കെപ്പോഴും സഹായത്തിന് ഞാനായിരുന്നു വീട്ടില്. അപ്പൊ അങ്ങനെ കണ്ട് ആ ഒരു ഇത് മനസ്സിൽ പതിഞ്ഞുപോയി. പിന്നെ ഗൾഫിൽ വന്നപ്പോ ഈ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ നമ്മളെ ചർച്ച പ്രധാനമായിട്ട് ഇതാണ്, കൃഷിയെ പറ്റി. കാരണം ഇവിടെ ഒരുപാട് മരുഭൂമിയായിട്ട് കിടക്കണം, വീടുകളുടെ വില്ലകളുടെ മുറ്റം. അപ്പോ വെള്ളത്തിനാണെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ അന്ന് വെള്ളത്തിന് നല്ല ഇതായിരുന്നു. ഈ ചിലയിടത്ത് ഈ വില്ലകളിലൊക്കെ വെള്ളം കിട്ടുമായിരുന്നു, ചിലയിടത്ത് പ്രയാസമായിരുന്നു. അപ്പൊ നമ്മളാദ്യം നമ്മൾ ചെയ്യണമല്ലോ. ഞാൻ അബുദാബിയിലുള്ളപ്പോ ഞാൻ ഇതേപോലെ എന്റെ വില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ടില് ഈ ഇതേപോലെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് തുടങ്ങി മറ്റേ കുറച്ച് കൈക്കോട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. മറ്റേ വളവും ഈ ചാണകം, ആട്ടിൻകാഷ്ടം ഇതേപോലുള്ളതൊക്കെ കൊണ്ടുവന്ന് പിന്നെ വീട്ടില് കിട്ടുന്ന വേസ്റ്റുകളൊക്കെ അങ്ങനെ വെച്ചു. അതിൽ നിന്ന് പതുക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോ സക്സസ് ആണ്. ഇപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആവാൻ സാധ്യതയില്ല, അപ്പൊ ആ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ എത്തിയതിന്റെ രീതി കൂടി ഒന്ന് പറയാം. ഇപ്പോന്ന് വെച്ചാല് പ്രധാനമായിട്ട് അത് ഫേസ്ബുക്ക് വന്നതോടുകൂടിയിട്ട് നമ്മൾ അതിലൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി. ഇങ്ങനെ കൃഷിനായിട്ട് താല്പര്യമുള്ള ഈ കാർഷിക രംഗത്ത് കുറെ ആൾക്കാർ, ഇത് അറിയുന്നവരും അറിയാത്തവരും താല്പര്യമുള്ളവരും സമയമില്ലാത്തവരും അങ്ങനെ കുറെ ആൾക്കാരുണ്ടായില്ല. എല്ലാവരും നമ്മളിങ്ങനെ ചെയ്തു, അത് കാണിച്ചു കൊടുത്തു. ആദ്യം നമ്മൾ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക, പിന്നെ നമ്മളെ കൂട്ടുകാരെ അടുത്ത് പോയി അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ അത് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തിൽ പോയിട്ട് നമ്മുടെ ബന്ധപ്പെട്ടവർ കുടുംബക്കാരുടെ വീട്ടിലും മറ്റുള്ളവർക്ക് എവിടെയൊക്കെ സ്ഥലമുണ്ട് അവർക്കൊക്കെ ഇതേപോലെ വീട്ടിലിപ്പോ ഗസ്റ്റായിട്ട് ആരെങ്കിലും വരുന്ന കാണുമ്പോൾ നമ്മളെ വീട്ടിൽ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു കൗതുകമാണ്. കാരണം ചിലടത്ത് സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാല് ഈ മറ്റേ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ടിന്നുകൾ, മറ്റേ ഈ നമ്മളെ ബീൻസ് അതേപോലുള്ളൊക്കെ ടിൻ പാക്ക് ആയിട്ട് വരും. അപ്പൊ ആ ടിന്നൊക്കെ അതിന്റെ സ്റ്റിക്കർ കളഞ്ഞിട്ട് അതില് ഈ മറ്റേ കപ്പ വരും സൂപ്പർ മാർക്കറ്റിൽ, മറ്റേ ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ. അതില് നമ്മളെ ചകിരിന്റെ ചോറ് ഉണ്ടാവും അതിന്റെ കൂടെ. അപ്പൊ അത് അവര് വേസ്റ്റിൽ കളയുന്നത് നമ്മളതൊരു കവർ കൊണ്ടുവച്ചിട്ട് നമ്മളെടുക്കും. നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് വെള്ളമൊഴിച്ച് അതിന്റെ അമ്ലത്വം കളയും. എന്നിട്ട് അതില് വീട്ടില് നമ്മളെ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പശയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃഷിക്ക് കുറച്ച് പ്രയാസമുള്ളതാണ്. അപ്പൊ നമ്മളത് അരിച്ച് അതിൽ നിന്ന് വലിയ തരി നോക്കിയിട്ടുള്ള മണ്ണ് എടുത്തിട്ട് ഈ ചകിരിയുടെ കൂടെ മിക്സ് ചെയ്യും. പിന്നെ വീട്ടില് ഈ വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഉള്ളിയുടെ തൊണ്ട് അതേപോലെ ഈ മറ്റേ ഈ മീൻ കഴുകിയ വെള്ളം, ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഈ ചായപ്പൊടിയുടെ പിണ്ടി, മധുരം കളഞ്ഞിട്ട് അതൊക്കെ കൂടി മുട്ടയുടെ തോട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഇതും കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അത് നമ്മളിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ പലയിടത്തും ഫാം നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ചാണകം വാങ്ങിച്ചു കൊണ്ടുവരും, ആടുള്ളവരുടെ അടുത്ത് നിന്ന് ആട്ടുംകാഷ്ടം വാങ്ങിച്ചു കൊണ്ടുവരും, കോഴിയുള്ളവരുടെ അടുത്ത് നിന്ന്, അങ്ങനെ പലതും
ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തു നോക്കിയപ്പോൾ അതിൽ പടവലവും കുമ്പളങ്ങയും മത്ത എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്, നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെയും അപ്പൊ അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ അതൊക്കെ പോസ്റ്റ് ചെയ്തു, അങ്ങനെ ആൾക്കാർക്ക് താല്പര്യമായി. അങ്ങനെ പിന്നെ നമ്മളെ വയലും വീടും ഗ്രൂപ്പിൽ അതൊക്കെ ഇടാൻ തുടങ്ങി, ആൾക്കാർ കണ്ടു. ഗ്രൂപ്പിന്റെ പേര്. അങ്ങനെ പിന്നെ അതില് ഈ അറിയാത്തവർക്കും അത് കണ്ട് സന്തോഷമായി, എല്ലാവരും വന്നു. ഇപ്പോ നമ്മള് ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാല് ഇനിയിപ്പോ സീസൺ ആയപ്പോ ചൂട് പതുക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മാസം അവസാനം സെപ്റ്റംബർ ആദ്യമായിട്ട് നമ്മള് കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി പോയിട്ട് എവിടെ ആരടുത്തൊക്കെ സ്ഥലമുണ്ട് UAE എവിടെയെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് വീടും ഈ വീടിന്റെ മുറ്റം അതേപോലുള്ള വെള്ളത്തിന് നനക്കാൻ സൗകര്യം വേണം, വെള്ളം. അപ്പോ ഈ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരടുത്ത് നമ്മൾ പോയിട്ട് കൂട്ടുകാരായിട്ട് പോയി നമ്മള് വളവും വിത്തും ഒക്കെ കൊണ്ടുപോയി അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്, സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കൃഷിയിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ സൗകര്യം അതിനനുസരിച്ചുള്ള ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം. അതെ, നമ്മളതിന് യാതൊരു ചാർജും ഈടാക്കുന്നില്ല, നമ്മളതൊരു സേവനം പോലെ. എല്ലാവരും കൃഷി ചെയ്യണം, ജൈവ രീതിയിൽ പച്ചക്കറി ചെയ്തു വരണം. കാരണം എന്താ വെച്ചാല് നമുക്കറിയാം നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ രോഗമായിട്ട് വരുന്നത് ക്യാൻസറാണ്. അത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് RCCയിൽ, തിരുവനന്തപുരം RCC അതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ജീവിതത്തിന്റെയും മരണത്തിന്റെ ഇടയിൽ ആ ഒരു നൂൽപ്പാലത്തിൽ ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെട്ടിട്ട് കിടക്കുകയാണ്. അവരടുത്ത് നമ്മൾ സംസാരിച്ച് നോക്കുക, അപ്പൊ അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നു ഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി, അപ്പോഴാണ് നമ്മൾ ഇതിനൊരുങ്ങുക. അസുഖം വരാനുണ്ടായ കാരണങ്ങൾ അപ്പോൾ പെസ്റ്റിസൈഡിൽ നിന്നാണ് കൂടുതലും. കാരണം ചിലർക്ക് തൊണ്ടയിൽ ക്യാൻസർ, ചിലർക്ക് തൊലിയിൽ ക്യാൻസർ, ചിലർക്ക് അകത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ക്യാൻസർ ആണ് മെയിൻ. അപ്പൊ അവിടെയുള്ള ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പെസ്റ്റിസൈഡിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അത് നിങ്ങൾ ഭക്ഷണം ശരിക്ക് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് കഴുകുന്നില്ല, ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അങ്ങനെ. അപ്പൊ നമ്മൾ ഈ മിന്നുന്ന വെട്ടത്തിന്റെ അടിയിൽ നല്ല തിളങ്ങിയിരിക്കല്ലേ സൂപ്പർ മാർക്കറ്റ്, ആപ്പിളായാലും മുന്തിരിയായാലും തക്കാളി ആയാലും എന്തായാലും നല്ല തിളക്കുണ്ടാവും കാണാൻ. പക്ഷെ അത് മരുന്നടിച്ചിട്ട് ഈച്ചയും പ്രാണികളൊന്നും വന്നിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതിപ്പോ അവർ ബിസിനസ്സിൽ കൂടെ നോക്കുന്നു. നമ്മളെ വിവേകം വെച്ചിട്ട് നമ്മളത് തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ. അതിപ്പോ ഒന്നും നിവർത്തില്ലെങ്കിൽ ഈ മറ്റേ വിനീഗറും ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് 1 മണിക്കൂർ ശരിക്കും ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിപ്പോ നമ്മളിപ്പോ എന്ത് ചീര ആയാലും ശരി, അതല്ലെങ്കിൽ മറ്റേ സലാഡിന് എടുക്കുന്ന സാധനമായാലും ശരി, എന്ത് സാധനം ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളത്. അപ്പൊ അതിൽ നിന്നും ഒരു ആശയം മനസ്സിലേക്ക് വന്നു. കാരണം ഇത്രയധികം വാർത്തകൾ കേൾക്കുമ്പോൾ അസുഖബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വിഷമയമല്ലാത്ത പച്ചക്കറി. അതെ, അത് നമ്മൾ ഒരു തക്കാളി നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് വെട്ടിയരിഞ്ഞ് കറി വെച്ച് കഴിക്കുമ്പോൾ പോലെ അല്ല അത്. അവര് തൈ നട്ട് അത് വലുതായി, അതിന് മൊട്ട് വന്ന് അത് ശരിക്കും പൂവായി, പിന്നെ അതിന് കായായി. അതിന്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കണ്ട് അതിൽ നിന്നുണ്ടാവുന്ന ഒരു സന്തോഷവും അത് വലിയൊരു അനുഭവമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും ജോലി ഇവിടുത്തെ ഒരു രീതിയാകുമ്പോൾ പല രീതിയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകാം കൃഷിയിലേക്ക് വരണമെന്നും, അല്ലെങ്കിൽ ഇതിപ്പോ തന്നെ കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ പറ്റുന്നതെന്ന്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനുണ്ട്, ശ്രോതാക്കൾക്കും കാര്യങ്ങൾ അറിയാനുണ്ടാവും. ചെറിയൊരു ഇടവേളയുണ്ട്, അതിനുശേഷം തിരികെ എത്താം. തിരക്കിൽ അല്പസമയം. പ്രിയ ശ്രോതാക്കളെ, മനസ്സിലായല്ലോ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള എങ്കിൽ നമുക്ക് ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് തിരക്കിൽ അല്പസമയത്തിൽ മരുഭൂമിയിലെ കൃഷിരീതികൾ. ഇവിടെയും കൃഷി ചെയ്യാൻ പറ്റും എന്നാണ് ശ്രീ അബ്ദുസലാം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഫേസ്ബുക്കിൽ വയലും വീടും എന്നൊരു കൂട്ടായ്മയിലൂടെയും അവർ ചെയ്ത കൃഷിയും കൃഷികാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ജോലി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടോ ഏത് കൃഷിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ കൃഷികൾ ചെയ്ത് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊക്കെ നിങ്ങൾക്കറിയാം. വിളിച്ചോളൂ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴേക്കും 657-0000 എന്ന നമ്പറിലേക്ക്. ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു വിഷയം കൂടി പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പറയാം. SMS നമ്പർ 4131. സംശയങ്ങളുണ്ടെങ്കിൽ SMS-ലൂടെയും ചോദിക്കാം. നമ്പർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, 4131. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, UAE-ക്ക് പുറമെ നിന്ന് തിരക്കിൽ അല്പസമയത്തിൽ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ കോഡ് കൂടി ചേർത്തിട്ട് വേണം വിളിക്കാൻ. 00971 എന്ന കോഡ് ചേർത്തിട്ട് വിളിച്ചോളൂ. തിരക്കിൽ അല്പസമയത്തിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ശ്രീ അബ്ദുസലാം. തിരികെ എത്തുന്നു തിരക്കിൽ അല്പസമയത്തിലേക്ക്. വിഷയം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, മരുഭൂമിയിലെ
കാർഷിക രീതികൾ, കൃഷി രീതികൾ, ഏതൊക്കെ രീതിയിൽ ഈ മണലാരണ്യത്തിലും നമുക്ക് കൃഷി ചെയ്യാം എന്ന് അറിയാം. സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചോളൂ 657-0000 എന്ന നമ്പറിലേക്ക്. ശ്രീ സലാം, നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം ഇവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി രീതി, പിന്നെ വിഷമയമായ പച്ചക്കറിയിൽ നിന്നുള്ളൊരു മോചനം, ഇതിലേക്കൊക്കെ എത്തുമ്പോൾ ഇനി കൃഷി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളുമൊക്കെ, പിന്നെ മണ്ണ് ഒരുക്കുന്നതിലുള്ള പ്രത്യേകതകളും ഒക്കെ ഒന്ന് വിശദമാക്കാമോ? അതിപ്പോ ഞാൻ ആദ്യം ഫിഷ് അമിനോ ആസിഡിന്റെ കാര്യം പറയാം. എന്നുവെച്ചാല് ഇപ്പോ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ UAE പ്രത്യേകിച്ച് നമുക്ക് മത്തി വളരെ വളരെ വില കുറവിന് കിട്ടും. അപ്പോ ഈ 1 കിലോ മത്തി ഇപ്പോ ഒരു ആനുപാതികമായിട്ട് 1 കിലോ മത്തി, അതിന്റെ ഒപ്പം 1 കിലോ ശർക്കര, എന്നിട്ട് അത് നമ്മള് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഈ ശർക്കര നന്നായിട്ട് ചെറുതാക്കി സ്ക്രാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഈ മത്തിയും കൂടിയിട്ട് ഒന്നുകിൽ മത്തി ഉപയോഗിച്ചതിന്റെ വേസ്റ്റ് ആവും. ഇപ്പൊ തലവാല് കുടല് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ചെറുതാക്കി നന്നായും ഈ അരിഞ്ഞതിന് ശേഷം ഈ ശരിക്കും കൈ ഉപയോഗിച്ച് ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് അത് നന്നായിട്ട് തിരുമ്പി റെഡിയാക്കിയതിന് ശേഷം വെള്ളം അതിന്റെ ഈ ഏകദേശം വെള്ളം അത്യാവശ്യം കളയണം അതിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വെള്ളം അതിൽ കൂടുതൽ കിടക്കാൻ പാടില്ല. അതിനുള്ള വെള്ളം അതിലുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ എന്നിട്ട് ഈ മത്തിയുടെ കൂടെ ഈ ശർക്കരയും കൂടി തിരുമ്പി നന്നായിട്ട് സെറ്റ് ചെയ്ത് ഉടയുന്ന ഒരു ജാറിൽ എന്ന് വെച്ചാൽ പുറം കാണാൻ പറ്റണം നമുക്ക്. അതെന്തിനാ വെച്ചാല് അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് 20 ദിവസം ഇത് 10-15-20 ദിവസം അത് വെക്കണത്. അപ്പൊ നമ്മള് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണാൻ പറ്റും എത്രത്തോളം അത് സെറ്റ് ആയിട്ടുണ്ടെന്ന്. ഉടയുന്ന ജാർ അതിൽ നന്നായിട്ട് ക്യാപ്പിട്ട് ഭദ്രാക്കി മൂടി വെക്കുക. ഒരു ഈ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം, സൂര്യപ്രകാശം തട്ടാതെ. എന്നിട്ട് 15-20 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ അത് അതിനിടയിൽ ഒരു 2-3-4 ദിവസം കൂടുമ്പോൾ നമ്മളിത് ക്യാപ്പ് വെളിച്ചം തട്ടാതെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ എയർ നിറയും. അപ്പൊ അത് എയർ കുറേശ്ശെ ഒന്ന് കളഞ്ഞ് 2 സെക്കൻഡ് തുറന്നു വെച്ചിട്ട് അടച്ചിടും ഇടയ്ക്ക്. എന്നിട്ട് നമ്മൾ ഒരു 20 ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഈ ഇത് മനസ്സിലാവും, ശരിക്കും ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് തുറന്ന് നമ്മൾ ഒരു വലിയ കണ്ണിയാകുന്ന നെറ്റ് എടുത്തിട്ട് അതിലോട്ടിട്ട് വലിയൊരു പാത്രത്തിൽ ഇത് ശരിക്കും പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്ത് ശരിക്കും പോരും. സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സംശയം വരും, ഇത് നല്ല പൊട്ട മണമായിരിക്കില്ല, മത്തിയല്ലേ. പക്ഷെ ഇത് ശരിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും. ശരിക്ക് ഈ ജീരകം പൊടിച്ചോ അതല്ലെങ്കിൽ അത് അതിനായിട്ട് അങ്ങനത്തെ ഒരു നല്ല ഒരു പ്രത്യേകം നല്ല താല്പര്യമുള്ള നല്ല മണമായിരിക്കും. അതെ. എന്നിട്ട് അത് 30 ഇരട്ടി വെള്ളം നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ ചെടികളുടെ കടക്കൊഴിക്കാൻ പറ്റും നമുക്ക്. അതായത് വീര്യം കുറച്ചിട്ട്, കാരണം അത് ആസിഡായിട്ടാണ്, ഫിഷ് അമിനോ ആസിഡ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് അതിൽ ആസിഡിന്റെ അമ്ലത്തുള്ളതുകൊണ്ട് നമ്മളത് അതിന്റെ വീര്യം കുറച്ച് 30 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അത് വീര്യം കുറച്ചിട്ട് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതല്ല ഇലയുടെ മേലെ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 40-50 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഈ ഇലയുടെ മേലെ സ്പ്രേ ചെയ്യാം. നമുക്ക് കാണാൻ പറ്റും അതിന്റെ ആ ഒരു വ്യത്യാസം, നമുക്ക് ശരിക്കും നേരിട്ട് അറിയാൻ പറ്റും. പിന്നെ ഈ നമ്മളിനിപ്പോ ഈ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാല് ഈ നമ്മൾ പൊതുവെ ആരടുത്തും കാശ് കൊടുത്ത് എന്തും ഒന്നും വാങ്ങിക്കാൻ പറയില്ല. അപ്പൊ നമ്മൾ കോഴിമുട്ട വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ട്രേ കിട്ടും, അതിന്റെ മുകളില് ഈ പ്ലാസ്റ്റിക്കിന്റെ ട്രേ കിട്ടും. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഈ ചകിരി കടയിൽ നിന്ന് കിട്ടുന്ന ചകിരിയുടെ വേസ്റ്റ്, അതേപോലെ മണ്ണ് അരിച്ച് വലിയ തരി ഉണ്ടെങ്കിൽ ആ തരി, പിന്നെ ഈ ചാണകമോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ എന്താ കിട്ടുന്ന വെച്ചാൽ അതും കൂടെ അത് മിക്സ് ചെയ്തിട്ട് നമ്മള് ശരിക്കും ഈ ട്രേയിൽ നിറക്കുക. ഇവിടുത്തെ മണ്ണിൽ നേരിട്ട് അത് പാടണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണിന് പശ കൂടുതലാണ്. അപ്പോ ഈ വേര് താഴ്ന്നു പോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതില് നമ്മുടെ നാട്ടിലെ മണ്ണാണെന്നുണ്ടെങ്കിൽ അതില് ഈ വല്ലാതെ പൊടി ഉണ്ടാവില്ല, തരി ആയിരിക്കും അത്. പിന്നെ അത് കൂടാതെ നമ്മള് അത് രണ്ടും കൂടെ അറിയാം എല്ലാവർക്കും വ്യത്യാസം. അപ്പോ ഇവിടുത്തെ മണ്ണ് നമുക്ക് ചെയ്യാതെ, ഇവിടുത്തെ മണ്ണ് കുഴപ്പമൊന്നുമില്ല. നമ്മള് അതില് ഈ കാര്യങ്ങൾ ചേർത്തിട്ട് അതിന് വളരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് ഈ ട്രയൽ ഇട്ടിട്ട് നമ്മള് ഒരു പയറിന്റെ അതല്ലെങ്കിൽ ഒരു വെണ്ടയുടെ അങ്ങനെ ഒരേ മണികൾ എടുത്തിട്ട് ഇതിലിടുക. 30 കള്ളി ഉണ്ടാവുമല്ലോ 30 മുട്ടയ്ക്ക്. അപ്പൊ അതിൽ ഓരോന്നിൽ ഇട്ട് വെക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചാറി ഇതായി കൊടുക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അത് മുളച്ചു വരും. ഒരു 4 ഇല പരുവാകുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വലിയ ചട്ടിയിലോ അതല്ലെങ്കിൽ ഇവിടെ മാറ്റി കുഴിച്ചിടാം. അപ്പൊ അത് കുഴിച്ചിടുമ്പോഴും നമ്മൾ അവിടെ മണ്ണ് ശരിക്കും ഒരുക്കണം. അതേപോലെ ഈ നമ്മുടെ അടിയിൽ കുറച്ച് ചകിരിയുടെ ഈ ചോറ്, അപ്പൊ അതെന്തിനാ വെച്ചാൽ വെള്ളം നിലനിർത്തും. അപ്പോ ഈ ഇതിന് വളരാനുള്ള സൗകര്യമായി. പിന്നെ ഈ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് വളരെ വില കൂടുതലാണ്. പെട്രോളിനേക്കാളും വില കൂടുതലുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളം വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മീൻ കഴുകിയ വെള്ളം, ഈ ഇറച്ചി കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം, ഇതൊക്കെ നമ്മൾ കളയാതെ വേസ്റ്റിൽ ഒഴുക്കാതെ
നമുക്കത് ശേഖരിക്കുക. വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ കഴുകണ അതൊക്കെ അതിൽ വരും. പിന്നെ അപ്പോ നമുക്ക് അതിൽ 2-3 ഗുണമുണ്ട്. ഒന്ന്, ഈ ദുബായിലുള്ളവരാണെങ്കിൽ സേവേജിന് പൈസ കൊടുക്കണം, അപ്പൊ അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന്റെ ഈ നമ്മൾ ചെടിക്ക് വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് വെള്ളത്തിന്റെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഓരോ ദിവസം നമ്മൾ എന്തായാലും ഭക്ഷണം വെക്കാനും വെജിറ്റബിൾ അരിയാനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ഉപയോഗപ്പെടുത്താം, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ അത് ചെടികൾക്ക് അത് വളരെ ഉപകാരമാണ്. കാരണം അവർക്ക് ഈ സാധാരണ വെള്ളം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇങ്ങനെയുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഇറച്ചി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളമൊക്കെ കൂടുതൽ ഗുണം ചെടിയെ സംബന്ധിച്ചുണ്ടാകും. നമ്മളത് കളയുന്നു, ചെടികൾക്ക് അത് പ്രയോജനപ്പെടുത്താം. മാത്രമല്ല ഇടയ്ക്ക് പറഞ്ഞ ഈ ചകിരിയുടെ മിശ്രിതമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ഒരാൾക്ക് രാവിലെ ഒന്ന് നനച്ചാൽ ആ ഒരു ജലാംശം ഉണ്ടാവും. പിന്നെ വൈകിട്ട് വന്നിട്ട് നോക്കി. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോ ഇവിടുത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിന്റെ കുറച്ച് സമയം വരെ നല്ല ചൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ആഗസ്റ്റ് ലാസ്റ്റിൽ നമ്മൾ ഇതിന് തയ്യാറെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ജനുവരി ആവുമ്പോഴേക്കും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. അതിപ്പോ ഏപ്രിൽ ആവുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നമ്മളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അതിപ്പോ ചിലർ പറയുന്നത് നമുക്ക് സ്ഥലമില്ല, ഒരു ഞാനൊക്കെ ചെയ്യുന്ന നമ്മളെ ജനലിന്റെ പടിയില്ലേ, അതിന്മേലൊക്കെ ചട്ടി വെച്ചിട്ടും പാത്രമൊക്കെ വെച്ചിട്ട് അതിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമാണ് പ്രധാനം. നമുക്ക് താല്പര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അതിലേക്ക് വരും. അത് ഇനി അതിലേക്കാണ് വരേണ്ടത്. ഇനി മറ്റൊരു സുഹൃത്ത് ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ, തിരിക്കൽ അല്പസമയത്തിലേക്ക് വിളിച്ചതാണ്. സ്വാഗതം. അനീഷാണ്, റാസുഖൈമെന്നാണ്. ഓക്കെ അനീഷ്, ഇന്നത്തെ വിഷയം അറിയാമോ? അതെ, ആദ്യം അത് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും വ്യത്യസ്തമായ ഒരു വിഷയം എടുത്ത് തിരക്കൽപ്പ സമയം റേഡിയോയ്ക്ക് രഞ്ജിനിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രവാസികൾക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷയാണ് തരുന്നത് ഈ ഒരു മണിക്കൂറുള്ള ഒരു പരിപാടി. എന്തായാലും സന്തോഷമുണ്ട്. നമുക്ക് ഇയാളോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. സംസാരിച്ചോളൂ അനീഷ്. പറയൂ അനീഷ്. ഒരു കൃഷി ഇങ്ങനെ നമുക്കൊക്കെ താല്പര്യമുണ്ട്, കൃഷി തുടങ്ങണം ഇങ്ങനെയൊക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബാച്ചിലേഴ്സ് ഒക്കെ ആയി താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ നമ്മുടെ ബാൽക്കണിക്കൊക്കെ തുടങ്ങാനുള്ള ഒരു സാധ്യത, അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുക? തീർച്ചയായിട്ടും നമുക്കത് ആദ്യം നമ്മളെ മനസ്സിലാ താല്പര്യം അത് കെടാതെ നോക്കുക. പിന്നെ ഈ നമ്മളിപ്പോ അരി വാങ്ങിക്കുമ്പോഴും അതല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കാലി ചാക്കുകൾ കിട്ടും. നമ്മളൊരാളെടുത്തും പൈസ ചെലവാക്കി ഒന്നും ചെയ്യണമെന്ന് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാവുമ്പോൾ ബാച്ചിലേഴ്സിന് പ്രത്യേകിച്ച് നമ്മളിവിടെ ഈ നാട്ടിൽ വന്നത് നമുക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോ ഈ സിമെന്റ് ചാക്ക് അതല്ലെങ്കിൽ അരിച്ചാക്ക് ഇങ്ങനെയുള്ള ചാക്കുകളൊക്കെ സൂപ്പർ മാർക്കറ്റിലോ അതല്ലെങ്കിൽ മറ്റുള്ള അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കിട്ടാനുണ്ട്. അപ്പൊ അത് നമ്മൾ ടെറസിന്റെ മേലെ കൊണ്ടുപോയിട്ട് അതില് ഈ മറ്റേ കപ്പല്ലേ നമ്മളെ ഈ എന്താ പറയാ കൊള്ളിക്കിഴങ്ങ് കപ്പ എന്നൊക്കെ പറയുന്ന സാധനം ഈ ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ വരുന്നത് കാർട്ടൂണിലാക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ ആ കാർട്ടൂണിൽ നോക്കിയാൽ കാണാം കുറെ ചകിരിച്ചോറ് അതിന്റെ കൂടെയാണ് ഇത് വെച്ചിട്ട് വരിക. അപ്പൊ സൂപ്പർ മാർക്കറ്റുകാരൊക്കെ അത് ഒഴിവാക്കണം. നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവർ അവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നും വൈകുന്നേരം അവർ അതിലിട്ടോളും. അപ്പൊ നമുക്ക് പോയിട്ട് ആ സാധനം എടുത്തു കൊണ്ടുവന്ന് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ അമ്ലത്വം അതിൽ ഈ ആദ്യമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഈ ചണ്ടി എടുക്കുക, ആ ചകിരിച്ചോറ് എടുത്തിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതിൽ കുറച്ച് ഈ ഒന്നുകിൽ ഈ കോഴിക്കാഷ്ടം കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ആട്ടിൻ്റെതാണെങ്കിൽ അങ്ങനെ, അതല്ല ചാണകം കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ. ഇതൊന്നും കിട്ടാനില്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചായപ്പൊടിയില്ലേ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മധുരം കളയുക. എന്നിട്ട് അതിന്റെ കൂടെ വീട്ടിൽ നമ്മൾ ഭക്ഷണത്തിന് അരിയുന്ന സബോളുള്ളി അതല്ലെങ്കിൽ മറ്റേ ചെറിയ ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കളയാതെ എടുത്തു വെച്ചിട്ട് മീൻ കഴുകിയ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമൊക്കെ അത് ഒന്നിച്ച് അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി തിരുമ്പിയതിന് ശേഷം ഈ ചകിരിയിലോട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് നമ്മൾ നിരപ്പാക്കിയതിന് ശേഷം നനച്ചു കൊടുത്ത് അത് സെറ്റായിട്ട് നമ്മൾ ഇത് നട്ടു കൊടുക്കുക. അപ്പൊ അതിനിപ്പോ അതിലേക്ക് നടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കോഴിമുട്ടയുടെ ട്രേയുടെ മുകളിൽ നമുക്കിപ്പോ ഈ ചെടി നടാൻ വേണ്ടിയിട്ട് അതിന്റെ ട്രേ ഒക്കെ കിട്ടും. പക്ഷെ അതൊക്കെ കാശ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 30 കോഴിമുട്ട വാങ്ങിക്കുന്നതിന്റെ മുകളിലത്തെ ആ കവർ എടുത്തിട്ട് അതിൽ നമുക്ക് ഒരേ വിത്ത് നട്ടിട്ട് പയറിൻ്റെതായിക്കോട്ടെ വെണ്ടതായിക്കോട്ടെ നമ്മൾ ഇതേപോലെ ചെയ്ത് അതിൽ നട്ട് അത് 4 ഇല പരുവ അല്ലെങ്കിൽ 2 ഇല പരുവാകുമ്പോൾ അത് എടുത്തിട്ട് ഈ വേര് പൊട്ടാതെ ഇങ്ങനെ ശരിക്കും കൊട്ടി കഴിഞ്ഞാൽ കിട്ടും. അത് ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് ഇതിലോട്ട് മാറ്റി കുഴിച്ചിട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും അതിന്റെ വളർച്ച 1 by 1 ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ടെറസിൽ നമ്മൾ ഈ 1/2 മീറ്റർ ഗ്യാപ്പിലിട്ടിട്ട്. സന്തോഷം. ഒരിക്കൽ കൂടി റേഡിയോയ്ക്കും രഞ്ജിനിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സന്തോഷം അനീഷ്. സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാനുള്ള നമ്പർ ഞാൻ പറയുന്നുണ്ട്, വിളിച്ച് സംസാരിച്ച് കൃഷിയിലേക്ക് വരാം കേട്ടോ. നമ്പർ ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുവാണെങ്കിൽ ഒന്നും നല്ലത്. ഇവർക്കൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് വയലും വീടും എന്ന് പറഞ്ഞിട്ട്, അതിലിട്ടിട്ടുണ്ട് നമ്പർ കേട്ടോ. സന്തോഷം. ഓക്കെ ശരി.
അപ്പോ ഈ ഒരു രീതിയിൽ പിന്നെ മട്ടുപ്പാവിൽ അല്ലെങ്കിൽ ടെറസിൽ ഇപ്പൊ എല്ലാവർക്കും ഈ വില്ല എന്ന് നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും വില്ലയിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. ഇപ്പോ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും കൃഷിയിലേക്ക് എത്താം എന്നാണ് പറയുന്നത് അല്ലെ. ഒരു ജനലിന്റെ സൈഡിൽ പോലും നമുക്ക് ചെയ്യാതെ, കാരണം സൂര്യപ്രകാശം കിട്ടണം, പിന്നെ ഈ ചെടിക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം വേണം. അത്ര ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പോലും ഉപയോഗപ്പെടുത്താം. പെപ്സി ഏത് സംഭവമായാലും നമുക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താം കൃഷിയിലേക്ക്. ഓക്കെ, വീണ്ടും ഒരു സുഹൃത്ത്. ഹലോ. നമസ്കാരം. ആരാണ്? ഓക്കെ, ചോദിച്ചോളൂ. ഇന്നത്തെ വിഷയം മരുഭൂമിയിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ്. എനിക്ക് ചോദിക്കാതെ ഞാൻ വിളിച്ചത്. ശ്രീ അബ്ദുസലാമുണ്ട്, ചോദിച്ചോളൂ. സാറേ, ഞാനിവിടെ കുറച്ച് ഇതൊക്കെ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുളച്ച് വരുന്നുണ്ട്, പക്ഷെ അതിന് കായ്ഫലമൊന്നും വരുന്നില്ല. അതെന്ത് ചെയ്യാ? അതിന് ഈ ശരിക്കും അതില് ഈ എന്താ ചെയ്തിരുന്നത്? നിങ്ങൾ ചെയ്തു കൊടുത്ത് വളം എന്തെങ്കിലും? പാവയ്ക്ക, മറ്റേ മത്തങ്ങ, ഇതിന്റെയൊക്കെ വിത്തുകളിട്ട് അത് നല്ല മുളച്ച്, പക്ഷെ പൂക്കൾ വരുന്നുണ്ട്, പക്ഷെ കായ് വരുന്നില്ല. അതെന്ത് ചെയ്യാ? നിങ്ങൾ ഈ വളം എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, വളമൊന്നും ചെയ്തിട്ടില്ല. വളം ചെയ്യാതെ വെള്ളം മാത്രം നനച്ചതൊക്കെ ഉള്ളു. അത് ഈ അവിടെ ഞാൻ നട്ടുവയ്ക്കുന്നത് ഇവിടെ ഒരു ഈന്തപ്പന ഉണ്ട്. അപ്പൊ അതിന്റെ ആ മരത്തിന്റെ ചോട്ടിലാണ് ഞാൻ നട്ടുവെക്കുന്നത്. വേറെന്തെങ്കിലും നേരത്തെ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇട്ടപ്പോ ഈ മറ്റേ തണ്ണിമത്തനും അതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു, അതിന് കായും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നട്ടിട്ട് പിന്നെ വരുന്നില്ല. അപ്പൊ അതിനെന്താ ചെയ്യാ? അതിന് ഈ ഒന്നുകിൽ നിങ്ങള് ഈ ചാണകപ്പൊടി കിട്ടാനുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി വാങ്ങിച്ചിട്ട് ഈ അത് ശരിക്ക് ഒന്ന് നന്നായി പൊടിഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് ഈ വയലും വീടും ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കോഴിമുട്ട കൊണ്ടൊരു ഇതുണ്ട്, എഗ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട്. അത് അറിയോ? അത് ഉപയോഗിച്ചാലും പറ്റും. വളം ചെയ്യാതെ എന്തായാലും ഈ നാട്ടിൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ നല്ല പൊതുവെ മാങ്ങയൊക്കെ കഴിച്ചിട്ട് അതിന്റെയൊക്കെ ഇതൊക്കെ ഞാൻ പാവിട്ടിട്ട് അതിപ്പോ 2-3 എണ്ണം കിളുത്ത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ പിടിച്ചത് കൊണ്ട് ഇപ്പൊ കായ്ഫലം കിട്ടും. എന്തായാലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. എന്നിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല അതിന് എന്നിട്ട് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒരു കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. കേട്ടോ? വളരെ സന്തോഷം വിളിച്ചത്. ഓക്കെ, തിരക്കിൽ അല്പസമയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് മരുഭൂമിയിലെ ചില കാർഷിക രീതികൾ അല്ലെങ്കിൽ കാർഷിക വൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. ശ്രീ അബ്ദുസലാമാണ് ശ്രോതാക്കളുമായി ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നു പല രീതിയിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് എത്താമെന്ന്. ഇതുപോലെ തന്നെ ഒരു ജോലിയിൽ നിൽക്കുന്ന ആളാണ് താങ്കളും. വളരെ തിരക്കുണ്ട് ജോലി സംബന്ധമായിട്ട്, പക്ഷെ അതിനിടയിൽ ഇതിലേക്ക് എത്തുന്നു. അപ്പോ എങ്ങനെയാണ് നമുക്കിത് ഇപ്പം നട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വാടിപ്പോകില്ലേ, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ശ്രദ്ധ കിട്ടാതിരുന്നാൽ പ്രശ്നമല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറയാമോ, നമ്മളൊരു കൃഷിയിലേക്ക് എത്തുമ്പോൾ? ഇപ്പൊ ചില ദിവസങ്ങളിൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ മസ്കത്ത് അല്ലെങ്കിൽ പുറം നാടുകളിലൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ കുടുംബം ഉള്ളപ്പോ അവര് നോക്കും. അതല്ല ഇല്ലാത്തൊരു ഘട്ടം വരുമ്പോ ഞാന് ഒരു വലിയ പെപ്സിഡ അല്ലെങ്കിൽ അതിൽ ഒരു ബോട്ടില് അതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് സൂചി കൊണ്ട് ചെറുതായിട്ടൊരു ഹോൾ ഇടും അടിയിൽ. അടിയിൽ വെച്ചാൽ ഏറ്റവും അടിയിലല്ല, കുറച്ച് മേലായി. എന്നിട്ട് അത് വെച്ചു കൊടുക്കും. അപ്പോ ഈ കുറെ സമയത്തിന് അതിൽ നിന്ന് കുറേശ്ശെ ഡ്രിപ്പ് ഇറിഗേഷൻ ആ സിസ്റ്റം നമുക്ക് ഇപ്പോ ബോട്ടിൽ എന്തായാലും വേസ്റ്റ് ആയിട്ട് പോകണം. അപ്പോ നമുക്കിപ്പോ എന്തായാലും നനക്കാനും പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ രാത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്തു കൂടിപ്പോയാലും പ്രശ്നമാണ്. വളരെ ചെറിയ, അതായത് ഒരു മുടിനാരിന്റെ ഇടയ്ക്കുള്ള ഒരു ഹോളേ പാടുള്ളൂ. അപ്പൊ അതിൽ ഇറ്റി ആ വെള്ളം അങ്ങനെ അതിനാവശ്യത്തിന് അതിന് കിട്ടും. അങ്ങനെ ചെയ്തു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അടുത്ത വീട്ടുകാരോട്, ഈ എന്റെ അടുത്ത വീട്ടുകാരൊക്കെ പോകുമ്പോൾ നമ്മളെ ഏൽപ്പിക്കാണ്. നമ്മളെ ഈ ചട്ടി ഒന്ന് നോക്കണുണ്ടാകുന്നുണ്ട് അവര് അടുത്ത് കൊണ്ടുവന്ന് വെച്ചു തരും. അപ്പൊ നമ്മൾ ഇതേപോലെ അത് ശ്രദ്ധിക്കും. അത് നമുക്ക് പറ്റാത്ത ഘട്ടം വരുമ്പോ ഇതേപോലെ ബോട്ടിൽ വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. പറ്റില്ല എന്ന് പറയുന്ന മടിയന്മാരാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. പറ്റില്ല എന്നിനി ആരും പറയണ്ട. ഏറ്റവും നല്ല കാര്യം, മനസ്സിന് കൂടി സന്തോഷം തരുന്ന ഒരു വിശേഷം. പിന്നെ ഈ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിത്ത്, ഈ നമ്മളടുത്ത് വിത്തുണ്ട്. അപ്പോ ഇപ്പൊ കൃഷി ചെയ്യാൻ ചിലർക്ക് നമുക്ക് വിത്ത് കിട്ടാനില്ല എന്നൊക്കെ പറയാം. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മളെ ഈ ഗ്രൂപ്പില്
ഈ വിത്തിന്റെ നമ്പർ, വിത്ത് കിട്ടാനുള്ള നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിന്നെ നമ്മളിത് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് സംഭവം ഇത് മുളച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോയും അതിന്റെ റിസൾട്ടൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് ഒന്നും ഫോട്ടോ തരാനില്ല. കാരണം അവരിത് ഫ്രീ ആയിട്ട് കിട്ടുന്ന അവരൊരു മൂലയിലിടും, അവര് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ആ നമ്പർ കൊടുത്തിട്ടുള്ളത് അവര് നമ്മളടുത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളടുത്ത് വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും അവർ ആ ഒരു താല്പര്യം വെച്ച് വന്നുകൊണ്ട് അവർ കൃഷിക്കാരായിരിക്കും, അല്ലെങ്കിൽ ആ താല്പര്യമുള്ളവരോ. അതുകൊണ്ട് അവരത് ചെയ്യും. അവർ ആ പോസ്റ്റ് നമുക്ക് കാണിക്കും അതിന്റെ റിസൾട്ട്. എന്നാലും വയലും വീടും അതുപോലെ തന്നെ ശ്രീ സലാമിന്റെ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ വീണ്ടും ഒരു ഇടവേളയുണ്ട്. തിരക്കിൽ അല്പസമയം ഇന്ന് മരുഭൂമിയിലെ കൃഷി രീതികളെക്കുറിച്ച് നമ്മൾ അറിയുന്നു. ഏത് തിരക്കിനിടയിലും എത്ര വ്യത്യസ്തമായിട്ടുള്ള ജോലിയാണെങ്കിലും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും കാർഷിക മേഖലയിൽ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് എന്നാണ് ശ്രീ സലാം പറയുന്നത്. നമുക്കും അറിയാം അത്. അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ, അത് താല്പര്യമുള്ള സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല ഫലം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. വിളിക്കാം ശ്രോതാക്കൾക്ക്. സംശയങ്ങളുണ്ടെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ഏത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വില്ലയിലാണോ ഫ്ളാറ്റിലാണോ, എങ്കിൽ ഏത് രീതിയാണ് അവലംബിക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. വിളിക്കേണ്ട നമ്പർ 657-0000. SMS നമ്പർ 4131. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ തിരികെ എത്തും തിരക്കിൽ അല്പസമയത്തിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് ഒന്നുകൂടി ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മരുഭൂമിയിലെ കാർഷിക രീതികൾ, അതായത് ഈ പ്രവാസ ലോകത്ത് ഗൾഫിൽ ഒരുപാട് തിരക്കുകൾക്കിടയിലും കൃഷിയിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ചെയ്യാനുള്ള ഒരുപാട് കൃഷി രീതികളുണ്ട്, കാർഷിക വൈവിധ്യമുണ്ട്. അറിയാം, ശ്രോതാക്കൾക്ക് വിളിക്കാം 600-570000 എന്ന നമ്പറിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഈ മേഖലയിൽ സജീവമായി തന്നെ നിൽക്കുന്ന, അതായത് തന്റെ ജോലിക്കൊപ്പം തന്നെ കൃഷി രീതികളിലും സജീവമായി നിൽക്കുന്ന ഒരു കൂട്ടായ്മയിൽ തന്നെ പ്രവർത്തിക്കുന്ന ശ്രീ അബ്ദുസലാമാണ്. അബ്ദുസലാം, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം താല്പര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴും ഇപ്പോ ഈ ഫ്ളാറ്റിൽ അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന രീതിയിൽ ഒരു ജനൽപ്പടിയേ ഉള്ളൂ, അവിടെയാണ് കൃഷി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാർഷിക വിളകൾ എന്തൊക്കെയാണ്? നമുക്ക് സാധാരണ പടരാൻ സൗകര്യമില്ലാത്ത ഒരുവിധം, അതായത് വെണ്ടായാലും ഈ തക്കാളി, പിന്നെ അതേപോലെ തന്നെ പയർ, ഇങ്ങനെയുള്ള, അതായത് നമുക്ക് പടർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യാം. മരങ്ങളായി പോവാത്തത് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്, അതെല്ലാം ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ വളവും മണ്ണും ഒക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും. അപ്പൊ അതിന് ഇപ്പൊ ഒരു സുഹൃത്ത് സംശയം ചോദിച്ചതുപോലെ പ്രാവിന്റെയോ അല്ലെങ്കിൽ കിളികളുടെയോ പക്ഷികളുടെയോ ഒക്കെ ശല്യമാണ് ഈ ജനലിന്റെ പടിയിലോ ഒക്കെ വെച്ച് വളർത്തുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒരു ഈ കണ്ണിയെടുപ്പുള്ള നെറ്റ് കിട്ടും. അതാകുമ്പോ ഒരു 2 വടി എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് അകലത്തിൽ മേലെന്ന് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അത് പ്രാവ് വന്നു കഴിഞ്ഞാൽ അതിന്, അല്ലെങ്കിൽ മറ്റുള്ള ഈ എന്തെങ്കിലും പക്ഷികൾ വന്ന് കൊത്തി കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അത് അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. കൃഷി ഒരു പ്രശ്നമില്ലാതെ അവിടെ വളർന്നു, അതിന് കുഴപ്പമൊന്നും വരില്ല. ഓക്കെ, വീണ്ടും ഒരു സുഹൃത്തിലേക്ക് എത്താം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? ഞാൻ മുസ്തഫയാണ്, ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കുന്നതാണ്. മുസ്തഫ, ഇന്ന് നമ്മൾ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അറിയുന്നത്. ഓക്കെ, നമസ്കാരം, ചോദിച്ചോളൂ. പറയൂ മുസ്തഫ. ഹലോ, പറയൂ. ഞാൻ ദുബൈയിൽ ഒരു വില്ലേജ് താമസിക്കുന്നതാണ്. അതെ. ഞാൻ എല്ലാ വർഷവും തക്കാളിയും പച്ചമുളകും പിന്നെ ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല കാര്യം. കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മാസം എല്ലാം ഒരു 20 ഞാൻ തുടങ്ങും വീണ്ടും. ഈ പിന്നെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തക്കാളി ഉണ്ടല്ലോ, വേസ്റ്റ്. അത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാല് സോപ്പ് വെള്ളം, ക്ലോറക്സിന്റെ വെള്ളം, അത് അങ്ങനത്തെ ഒന്ന് ഉപയോഗിച്ചാൽ പിന്നെ അപ്പടെ കേട് വരും. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ചുറ്റുഭാഗത്ത് ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ പറയാ, തുളസിന്റെ ചെടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാണികൾ വരില്ല. തീർച്ചയായിട്ടും. അതെ. ഓക്കെ, അപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ട് തക്കാളി. അടുത്തൊക്കെ മലയാളികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്യാൻ പറ്റും ടിവിയുടെ മുന്നിൽ ഇരുന്ന്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് വില്ലന്റെ അടുത്തുള്ളവരൊന്നും അങ്ങനെ സഹായിക്കല്ലോ. ഇപ്പൊ പിന്നെ അവർക്കെല്ലാം മനസ്സിലായോ, എല്ലാവരും സഹായിച്ചപ്പോ കുറച്ച് കൂടുതലാക്കി ഇടാൻ തുടങ്ങി. വെരി ഗുഡ്. അങ്ങനെ എല്ലാവരും വെള്ളം ഒഴിച്ചു കൊടുക്കും. അതെ, അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യും. പ്രത്യേകം പറയലാണോ, സോപ്പ് വെള്ളം അതുപോലത്തെ ഒഴിക്കരുത്. അതെ, സോപ്പ് ഡിറ്റർജന്റ് ആയിട്ട് ഒന്നും കൊടുക്കരുത്. അതിന് പകരം മീൻ കഴുകിയ വെള്ളം, അതല്ലെങ്കിൽ ഇറച്ചി കഴുകിയ വെള്ളം, അതല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കാം. പച്ചക്കറി കഴുകിയത് അല്ലെങ്കിൽ മറ്റുള്ള അരി കഴുകിയ വെള്ളം അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനത്തെ ഒന്നും ഒഴിക്കലേ ഇല്ല. ശരി. സന്തോഷം, ആ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ കൂടെ ചേർന്നല്ലേ, കേട്ടോ. ശരി, ഓക്കെ.
ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് കൂടി എത്തുമ്പോൾ എന്താണ് അനുഭവം? ഇപ്പോ എല്ലാവരും ഇടക്കാലത്ത് പറയുമായിരുന്നു കാർഷിക മേഖല നാട്ടിലാണെങ്കിലും ഒരുപാട് അതിൽ നിന്ന് മാറിപ്പോകുന്നു, പുതിയ ജോലികളിലേക്ക് എത്തുമ്പോൾ ഇതിനെ മറക്കുന്നു എന്ന്. പക്ഷെ ഇപ്പോ ഒരുപാട് വാർത്തകൾ എന്നാൽ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇവിടേക്ക് എത്തിയപ്പോ ഈ ഒരു പുതിയൊരു ഫേസ്ബുക്കിൽ തന്നെ അങ്ങനെ ഒരു പേജും ഒക്കെ തുടങ്ങുമ്പോഴും ഒക്കെ സുഹൃത്തുക്കളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അധികം പേർക്കും താല്പര്യം തന്നെയാണ്. പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് മടി, അലസന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരിപ്പോ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ മറ്റുള്ളവർ ചെയ്തിട്ട് അവരുടെ ഫോട്ടോസും അവരുടെ കാര്യങ്ങളും അവരുടെ വാർത്തകളും ഒക്കെ അല്ലേ അങ്ങനെ കേട്ട് പതുക്കെ അവരും വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു താല്പര്യത്തിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി നിങ്ങൾ ഈ പോകുന്ന ഇടങ്ങളിൽ ഇങ്ങനെ വരുന്ന സുഹൃത്തുക്കളെ, പുതിയ ആൾക്കാരെ കൂടി ചേർക്കാറുണ്ടോ? ഒരു ദിവസം ഈ വയലും വീടും ഗ്രൂപ്പിൽ എനിക്കറിയാം ഒരു ദിവസം 100-150 പേരെങ്കിലും വരുന്നുണ്ട്. ഇതറിഞ്ഞ് ചിലർ കേട്ടറിഞ്ഞിട്ട് ചിലർ ഓരോരുത്തർ സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് പേര് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്, വിത്ത് ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മളിപ്പോ ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോ അടുത്ത മാസം ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് ദുബായിൽ ഈ UAE ലുള്ളവർക്കൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അടുത്ത മാസം അവസാനം നമ്മളൊരു മീറ്റ് നടത്താൻ പോകുന്നുണ്ട്. അപ്പോ അതില് ഇതേപോലെ തന്നെ ഇതിന് കഴിവുള്ള എന്നേക്കാൾ കഴിവുള്ള യോഗ്യന്മാരായ കുറെ ആൾക്കാർ വരും. ക്ലാസ് ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും, വിത്തും വളവും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അതിന്റെ എല്ലാ ഇതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. അതിന് വഴി ഉണ്ടാവും. അതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ വയലും വീടും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ അതില് ഈ വിത്ത് ബാങ്കിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏത് തരം വിത്ത് അതിലുള്ളതിന്റെ 20 തരം വിത്തുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റോക്കിനനുസരിച്ച് അവർക്ക് കൊടുക്കും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന രീതികൾ, അതായത് ആരെങ്കിലും ഒരിടത്ത് ഞങ്ങളുടെ വില്ലയിൽ അല്ലെങ്കിൽ ഫ്ളാറ്റിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഇപ്പൊ നമ്മള് അങ്ങനെ ഒരു കാര്യം നമ്മളടുത്ത് അറിയിച്ചു കഴിഞ്ഞാല് നമ്മള് നമ്മളെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് നമ്മള് വിത്തും അതിന് വേണ്ട വളങ്ങളൊക്കെ ചാക്കിലൊക്കെ ആക്കിയിട്ട് വണ്ടിയിൽ നമ്മൾ അവരുടെ സൈറ്റിൽ പോകും. അവിടെ പോയിട്ട് ഈ അവധി ദിവസങ്ങളിൽ ഇപ്പൊ വെള്ളിയാഴ്ചയാണ് സാധാരണ എല്ലാവർക്കും അതിന് സൗകര്യപ്പെടും. അപ്പൊ നമ്മൾ രാവിലെ പോവും. രാവിലെ പോയിട്ട് അവരുടെ അടുത്ത് എത്ര സ്ഥലം ഉള്ളതെന്ന് അത് നോക്കിയിട്ട് അത് ഒക്കെ മണ്ണ് ശരിക്ക് മറിച്ച് ഇളക്കി ശരിപ്പെടുത്തി വെള്ളമൊഴിച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഇതാക്കിയിട്ട് വിത്ത് നട്ട് റെഡിയാക്കിയിട്ട് പോരും. എന്നിട്ട് അവരുടെ അടുത്ത് ഏൽപ്പിക്കും. ആ വെള്ളത്തിന് സൗകര്യം ഉണ്ടാവണം, പിന്നെ അവർക്ക് നോക്കാനുള്ള ഒരു താല്പര്യം. വെറുതെ നമ്മൾ പോയിട്ട് നമ്മളത് ചെയ്തു പോരല് ശരിയല്ല. അപ്പോ പിറ്റേ ആഴ്ച നമ്മൾ അവരോട് അന്വേഷിക്കും, എന്താണ് സ്ഥിതി, മുളച്ചു വന്നോ. അപ്പോൾ നമ്മൾ പോയി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, വളം വേണമെങ്കിൽ അത് കൊണ്ടുകൊടുക്കും. അതല്ല വിത്ത് വേണമെന്നുണ്ടെങ്കിൽ അവർ താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കും. ഓക്കെ. അപ്പൊ അവരത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ അവിടെ പോവും, നമ്മൾ അന്വേഷിക്കും. കളയില്ല. ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് ഇതൊന്നും ചെയ്യുന്നത് ഒരാളുടെ അടുത്ത് നിന്ന് ഒന്നും വാങ്ങിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് പോയി ഒന്നുമല്ല. നമ്മളെ താല്പര്യം അവർക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇത് കണ്ട് മറ്റുള്ളവർക്ക് താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു സേവനം. അപ്പോ അതിന്റെ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ അവരും കാണണം. അവരെ നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ അന്വേഷണം? നമ്മൾ പോകും, തീർച്ചയായിട്ടും നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള വഴികൾ നമ്മൾ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യിക്കും. അതെല്ലാവർക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ചെടി നട്ട് അത് മുളച്ച് വരുമ്പോഴുള്ള ഒരു സന്തോഷം അതിലേക്ക് പതുക്കെ എത്തി. അത് തീർച്ചയായിട്ടും ഇതുവരെ ചെയ്തു കൊടുത്തവരെല്ലാവരും സന്തോഷമാണ്. അവർ കണ്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള ഗുണങ്ങളും അതിന്റെ റിസൾട്ടും അതിന്റെ പോസ്റ്റൊക്കെ അവർ ചെയ്യാറുണ്ട്, വിവരം അറിയിക്കാറുണ്ട്. നമ്മൾ തന്നെ ചെയ്ത് ഉണ്ടാക്കുന്നത് ഭക്ഷിക്കുമ്പോഴുള്ള സന്തോഷം, മനസ്സമാധാനവും. ഇത് പിന്നെ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കൃഷി ചെയ്യാൻ നല്ല സുഖമാണ്. അത് സ്വന്തം ജീവിതത്തില് നമ്മൾ അനുഭവമാക്കി മാറ്റുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതെ. വീണ്ടും ഒരു സുഹൃത്തിലേക്ക് ഇല്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എത്താം തിരക്കിൽ അല്പസമയത്തിലേക്ക്. തിരക്കിൽ അല്പസമയം ഇന്ന് മരുഭൂമിയിലെ വ്യത്യസ്ത കൃഷി രീതികളെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. വിഷയത്തിൽ സംസാരിക്കുന്നു ശ്രീ അബ്ദുൽ സലാം. ശ്രീ സലാം, നമ്മൾ പറഞ്ഞു വന്ന ഓരോരോ വ്യത്യസ്ത കൃഷിയിൽ തന്നെ വ്യത്യസ്ത കാര്യങ്ങളിലൂടെ വന്നു. അതിലിടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചിരുന്നു എഗ് അമിനോ ആസിഡിനെ കുറിച്ച്, വളമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഈ എഗ് അമിനോ ആസിഡ് എങ്ങനെയാണത്? അത് ഇപ്പോ ഒരു ഇത് പറയണെങ്കിൽ 7 കോഴിമുട്ട നമുക്ക് വേണ്ട, അതിന് വേണ്ട കാര്യങ്ങൾ പറയാം. 7 കോഴിമുട്ട എടുത്തിട്ട് അതിന്റെ കൂടെ 15 ചെറുനാരങ്ങ, പിന്നെ ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഇവിടെ ഈ ലെബനീസിന്റെ ചെറുനാരങ്ങ കിട്ടും, അതല്ല ശരിക്കും നാട്ടിൽ നിന്ന് നമ്മളെ നാടൻ ചെറുനാരങ്ങ വരുന്നത് പുളിയുള്ള ടൈപ്പ് അത്, പിന്നെ മറ്റേ ഒരു 250 ഗ്രാം ശർക്കര. ഞാൻ പറയുന്നത് ഒരു സ്റ്റേജാണ്. അതായത് 7 കോഴിമുട്ട 15, പിന്നെ അത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റപ്പെടുത്തിയിട്ട് ഒരു കണക്ക്. അപ്പോ ഈ 7 കോഴിമുട്ട ഒരു ഉടയുന്ന ജാറിൽ, കാണാവുന്ന ജാറിൽ ഇടുക നമ്മൾ. അതിൽ വെച്ചിട്ട് ഈ ചെറുനാരങ്ങ ഒരു 15 ചെറുനാരങ്ങ
മുറിച്ച് കുരു കളഞ്ഞിട്ട് നമ്മൾ അതിന്റെ മേലെ പിഴിഞ്ഞൊഴിക്കുക. പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു 10 ദിവസം അത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 11ാമത്തെ ദിവസം നമ്മൾ അത് തുറന്നിട്ട് ഈ കോഴിമുട്ട അതിൽ ശരി പൊട്ടിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കിയത് അതും കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കി വീണ്ടും അടച്ച് ഭദ്രമായിട്ട് 10 ദിവസം കൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്തിട്ട് അത് 1 മില്ലി, ശ്രദ്ധിക്കണം, 1 മില്ലിയില് 10 ലിറ്റർ വെള്ളം, 1 മില്ലി വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മളത് ഈ ചെടിയുടെ ഇലക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ അത്ര ഇത് എഗ് അമിനോ ആസിഡ് അമ്ലത്വം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം മിക്സ് ചെയ്യുന്നത്. അപ്പോ അതിപ്പോ 1 മില്ലി 2 മില്ലി ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് കൂടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആസിഡായിട്ട് അതിന്റെ പ്രതിപ്രവർത്തനം നടക്കരുത്. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഡൈല്യൂട്ട് ഉപയോഗിക്കുന്നത്. മറ്റെന്തെങ്കിലും ഈ ശല്യങ്ങളോ കീടങ്ങളുടെ ശല്യങ്ങൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ അതിലുള്ള ഈ ഇപ്പോ ഇവിടെ ഈ പൊതുവെ കിട്ടുന്നത് ഈ ഇവിടെ വേപ്പ് ഒരുപാടുണ്ട്. ഈ അപ്പൊ അതിന്റെ വേപ്പിന്റെ കുരു കിട്ടണമെങ്കിൽ അത് ഉണക്കിയിട്ട് അത് പൊടിച്ച് നമുക്ക് അതിന്റെ ഒരു ഈ മിശ്രിതം ഉണ്ടാക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് അരിച്ചിട്ട് അതിന്റെ കുരുവൊക്കെ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് ഇപ്പോ ഏകദേശം ഒരു 250 ഗ്രാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇതേപോലെ 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ ഇതാക്കി അത് ഡൈല്യൂട്ട് ചെയ്ത് ശരിക്കും സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ പൊതുവെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതായിട്ട് കിട്ടുന്നതാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പ്രത്യേക വളത്തിലേക്കും കീടനാശിനിയിലേക്കും എത്തുന്നത് എനിക്ക് തോന്നുന്നു കേൾക്കുന്ന വാർത്തകളും ഒക്കെ ഒരുപാട് സങ്കടമായതുകൊണ്ട്. അതെന്ന് വെച്ചാല് നമ്മള് കേരളത്തിന് പുറത്തുനിന്ന് ഈ വരുന്നത് ദിവസം പ്രതി വരുന്നത് പച്ചക്കറി കയറ്റിയ ലോറികളിൽ വരുന്നത് വിഷമാണ് കയറ്റി വരുന്നത്. പച്ചക്കറികളിൽ നിന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളെ കേരളത്തില് മുരിങ്ങ ഉണ്ടാവാത്ത സമയത്താണ് അവിടെ മുരിങ്ങ അവർ ചെയ്യുന്നത്. ഈ നമ്മളെ കേരളത്തിൽ മുരിങ്ങ എപ്പോഴാണ് ഉണ്ടാവുന്നത് വെച്ചാൽ അവിടെ ഈ കേരളത്തിന് പുറത്തുണ്ടാകുന്ന സമയത്ത് അവരത് ഹോർമോണൊക്കെ കുത്തിവെച്ച് അത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് കേരളത്തിൽ എപ്പോഴാണ് ഈ മുരിങ്ങ ഇല്ലാത്ത സീസൺ ആ സമയത്ത് അവിടെ ഇഞ്ചക്ട് ചെയ്ത് ഹോർമോൺ കയറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറ്റി വിടുകയാണ്. മാങ്ങ ആയാലും എന്ത് കാര്യമായാലും. കാരണം കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൾഫിന്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി ചെയ്യാത്ത സൗകര്യങ്ങളും കാശുണ്ട്. അത് പരമാവധി മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തണം. അപ്പൊ നമ്മള് ഈ നമ്മളുടെ കുടുംബത്തിന് ഇതേപോലെ വല്ല മാരക രോഗങ്ങളൊക്കെ പെസ്റ്റിസൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. അപ്പൊ തുറന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് നമ്മളുടെ കുഞ്ഞുങ്ങളെയും വരും തലമുറയെയും അതിന്റെ രീതിയിലേക്ക് കൊണ്ടുവരണം. ജൈവ രീതിയിൽ തന്നെ ആർക്കും കഴിയുന്നതാണ്. ഇല്ലാന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കണം. കാരണം വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ കാണുകയാണ്. കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവർക്കും ഇതിൽ താല്പര്യം വരും. അവർക്കും ചെയ്യാൻ തോന്നും. അവരെ കൊണ്ട് ചെയ്യിക്കുക. അല്ലാതെ ഈ റിമോട്ടും കൊടുത്തിട്ട് ടിവിയുടെ മുന്നിൽ ഇരുത്തി ഗെയിമും കാര്യങ്ങളായിട്ട് സമയം കളയല്ല. അത് അവർക്ക് ആരോഗ്യത്തിനും കേടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച കുട്ടികൾ കാണുമ്പോൾ അതിലേക്ക് സന്തോഷമുണ്ട്. നമുക്കും സന്തോഷമാണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അടുക്കളയിലേക്ക് കിട്ടുമ്പോൾ നല്ലൊരു ആഹാരമായി മാറും. അതെ അതെ. ശ്രീ സലാമായിട്ട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സലാമായിട്ട് നേരിട്ട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. പറഞ്ഞിരുന്നു എന്റെ മക്കളെയും ഞാൻ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അവരെ കൂടി അറിയിച്ച് വളർത്തുമ്പോൾ ഈ ഒരു താല്പര്യം, അത് മനസ്സിലുണ്ടാകുന്ന മറ്റൊരു രീതിയിലുള്ള ഒരു സന്തോഷം, കുഞ്ഞുങ്ങളും ആ സസ്യങ്ങളെയും പ്രകൃതിയും സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ. പിന്നെ ദുബായിലാണ് ജോലിയും പിന്നെ ഈ പ്രവർത്തനങ്ങളും. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ മറ്റ് എമിറേറ്റുകളിലേക്ക് വരാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങളോ ഉണ്ടോ? നമ്മളുണ്ട്. അങ്ങനെ ഇപ്പോ ഫുജൈറയിൽ ഒരു പാർട്ടി വിളിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു അറബിയുടെ അടുത്ത് സ്ഥലമുണ്ട്. അവർ വെള്ള സൗകര്യമുണ്ട്. അവർ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ എമിറേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ വെച്ചാൽ ആൾക്കാരെ താല്പര്യം നമ്മൾ നോക്കുന്നത്. അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യും. അവിടെ പിന്നെ അതിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോയി നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ ഏൽപ്പിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാൻ പറയും. അപ്പോ ഈ അവരത് പോസ്റ്റ് ഫേസ്ബുക്കാണല്ലോ ഇപ്പൊ ഇതിനുള്ള ഒരു അതെ ഒരു കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവരതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരും കാണും. അങ്ങനെ താല്പര്യം വരും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. വളരെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇവിടെയും കൃഷി ചെയ്യാൻ പറ്റുമെന്നും അതിന് നമ്മൾ മണ്ണിനെ ഒരുക്കേണ്ട രീതിയും വളങ്ങൾ ചെയ്യേണ്ട രീതിയും എല്ലാം വിശദമായി തന്നെ താങ്കൾ പറഞ്ഞു തന്നു. അതിലും പ്രധാനമായിട്ട് ഫേസ്ബുക്കിലുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. ഒരുപാട് ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നു. വയലും വീടും എന്ന ഒരു പേജ്.
പിന്നെ പ്രധാനമായിട്ട് തോന്നിയത് ഗ്രൂപ്പ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്, നിങ്ങൾ സൗജന്യമായി തന്നെയാണ് എല്ലാവർക്കും എല്ലാം വിത്ത് കൊടുക്കുന്നതും ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ആർക്ക് വേണമെങ്കിലും ചേരാം. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ ഏതൊരു ശ്രോതാവിനും ഏത് സുഹൃത്തിനും ശ്രീ അബ്ദുൽ സലാമിനെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഞാൻ പറയുന്നു. അതിനു മുൻപ് സന്തോഷം തിരിക്കൽ അല്പസമയത്തിലേക്ക് എത്തിയതിലും ഇത്രയും വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഇങ്ങനൊരു വേദി തുറന്ന് ഈ ആളുകളോട് സംവദിക്കാനും കൃഷിയുടെ കാര്യങ്ങൾ പറയാനും ഈ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന റേഡിയോയ്ക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. സന്തോഷം. ഇനിയും കാണണം. എല്ലാവരും കൃഷി ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് താങ്ക് യു. അപ്പോ ശ്രീ അബ്ദുൽ സലാമിനെ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 05042878801 05042878801 05042878801 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഏത് കൃഷി ചെയ്യാനുള്ള കാര്യമാണെങ്കിലും ഇവിടുത്തെ കൃഷി രീതികളെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ നിങ്ങൾക്കറിയാം. മറ്റൊന്ന് ഓർമ്മിപ്പിക്കുന്നു, ഫേസ്ബുക്കിലുള്ള ഇവരുടെ ഒരു പേജ് വയലും വീടും എന്ന പേജിലും നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. രീതികളെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ നിങ്ങൾക്കറിയാം. മറ്റൊന്ന് ഓർമ്മിപ്പിക്കുന്നു, ഫേസ്ബുക്കിലുള്ള ഇവരുടെ ഒരു പേജ് വയലും വീടും എന്ന പേജിലും നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്.